ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജുനു ആൻഡ് ഷാക്കിർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കൊക്കെ റാഹത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ മാഷാ അല്ലാ നമ്മുടെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ യാത്രയുടെ. നമ്മളിപ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ട്രെയിൻ ഉള്ളത് മുംബൈയിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ മുംബൈയിൽ നിന്ന് നമ്മൾ ഓൾറെഡി ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും കിട്ടുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം 3 ആയിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും കിട്ടുന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ അവിടുന്ന് മുംബൈയിലേക്ക് നേരെ ട്രെയിൻ അപ്പം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്ലീപ്പർ സാധാ നോൺ AC സ്ലീപ്പറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ കയറി കുടുങ്ങിയെന്ന് പറയാമല്ലോ. അവിടുത്തെ കഥയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെയൊക്കെയോ നമ്മൾ ആ 2 മണിക്കൂർ പിടിച്ചിരുന്നതാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം സത്യം പറഞ്ഞാൽ മോളെയും കൊണ്ട് പോയപ്പോൾ തന്നെ വേണ്ടാന്ന് തോന്നിപ്പോയി കേട്ടോ. അവിടുന്ന് ഫ്ലൈറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ മുംബൈയിലെത്തിയപ്പോൾ സമാധാനമായി. നമ്മൾ അവിടെ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് നേരെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ റൂമിലേക്ക് പോകാൻ കേട്ടോ. റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ നമ്മളെ ട്രെയിൻ രാവിലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് ക്യാൻസലായി എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടി നമുക്ക് ടെൻഷനായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ പിന്നീട് നമ്മളിങ്ങനെ ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയപ്പം ആദ്യമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് പിന്നെ നമുക്ക് ഒരു 5 സീറ്റ് മാത്രം ബാക്കിയുള്ളൊരു ഫ്ലൈറ്റ് കിട്ടിയതോടുകൂടി അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മൾ ഏതായാലും അത് ബുക്ക് ചെയ്തു. പക്ഷേ അത് രാത്രിയാണ് ഉണ്ടായിരുന്നത് 10:51. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ ഇവിടെ നിൽക്കല്ലേ, അപ്പോൾ ഒന്ന് മുംബൈയൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ പെരും ചൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് കറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ഫോണിക്സ് മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് പോയിട്ട് പോരാമെന്ന് പറഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ മോളേക്ക് ഇതാ സേഫ് ആയിട്ടുള്ള ഈ ട്രാവൽ ബാഗിൽ നമ്മൾ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാത്തിരുന്നത് ഒരു ഊബർ ബുക്ക് ചെയ്ത് അരമണിക്കൂറോളം കാത്തിരുന്നിട്ടും നമുക്ക് ഊബർ വന്നിട്ടില്ല. അവർ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്താ കാര്യം എന്നൊന്നും അറിയില്ല. അവർക്ക് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ കഴിയാത്തതാണോ എന്നറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ കിട്ടിയ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ഇവിടേക്ക് വന്നിട്ടോ. ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണല്ലോ ഉള്ളത്. ഏതായാലും നമ്മൾ അൽഹംദുലില്ലാ ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് സന്ദർശിച്ച് പോകാമെന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഫോണിക്സ് മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മാളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇതാ കയറി നമ്മൾ വരുമ്പോൾ തന്നെ ഇസുട്ടൻ്റെ കണ്ണിൽ പെട്ടത് ഐസ്ക്രീമാണ് കേട്ടോ. മേക്ക് യുവർ മിക്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ്. പിന്നെ നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ഗ്രാമും കാര്യങ്ങളും അതിൻ്റെ അത്ര പൈസയാണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇത് അതിനകത്താവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇസുട്ടൻ പറഞ്ഞ മാതിരി കുറേ സംഭവങ്ങളൊക്കെ അതും ഇതൊക്കെ വാരിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സ്ട്രോബെറിയും ചോക്ലേറ്റും ഒറിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് പേ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട് കേട്ടോ. 300-ൽ മേലെ നമുക്ക് ക്യാഷ് അവിടെ അടക്കേണ്ടി വന്നു. പിന്നെ ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഇസുക്കുട്ടൻ്റെ ഒരു ആഗ്രഹമല്ലേ, അങ്ങനെ അത് അവന് കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മാനിതാ ഈ സ്റ്റെയർ ലിഫ്റ്റിൽ നമ്മൾ കയറ്റി പഠിപ്പിക്കാൻ കേട്ടോ. ഉമ്മാക്കൊരു പേടിയാണ് അതിൽ കയറാൻ. പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ ഒരു എയർപോർട്ടിൽ ഒക്കെ നമുക്ക് ചെന്നാലൊക്കെ അത് തന്നെയല്ലേ ഉള്ളത്. അപ്പം പിന്നെ മാളിൽ തന്നെ 2-3 പ്രാവശ്യം സാധാ ലിഫ്റ്റ് കയറാതെ ഇതിൽ തന്നെ കയറിയപ്പോൾ നമുക്ക് റെഡി ആയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. ഫുഡ് കോർട്ടിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ ഇസൂട്ടനെ ടോയ്സിൻ്റെ സ്ഥലമൊക്കെ എത്തുമ്പോൾ സുൻക കണ്ണ് പൊത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടുത്തെ പഞ്ചാബ് എന്തോ ഒരു ഹോട്ടലുണ്ട്. അവിടുത്തെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ പാവ് ബജി ഉണ്ടല്ലോ, അതാണ് കഴിക്കുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫീഡിങ് ബോട്ടിൽ ഫോർമുല മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഇങ്ങനത്തെ ഈ ഒരു യാത്രയിൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഫീഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇറങ്ങി ഉച്ച ഒക്കെ ആവാനായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടുന്നൊരു കടയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ പിന്നെ വൈകുന്നേരം നമ്മുടെ ആ ഒരു ഹോട്ടൽ ആ റൂം എടുത്തിട്ടുണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് മുംബൈയിലെ കുറച്ച് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. ഉമ്മാക്ക് സംഭവം ഒരു ഫുഡും ഇഷ്ടമായിട്ടില്ല ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ കഴിക്കാൻ കൂട്ടക്കണില്ല കേട്ടോ. പിന്നെ സുൻക ഓരോന്ന് വാങ്ങും, അവസാനം സുൻകാക്ക് ഇഷ്ടമാവാതെ വെക്കുമ്പോൾ എനിക്ക് തരും. ഞാൻ പിന്നെ ഒരു ഇച്ചിരി മാത്രം കഴിക്കും. എനിക്ക് അങ്ങനെ ഓവറൊന്നുമില്ല, ഞാൻ എന്തും കഴിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഇതാക്കിയത് കേട്ടോ. പിന്നെ 10:51 ഫ്ലൈറ്റ്. നമുക്ക് അതിന് കുറച്ച് മണിക്കൂറുകൾ മുന്നേ നമുക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഷവർമ്മ കണ്ടപ്പം അത് കയ്യിൽ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്ന ടൈമിലാണ് നമ്മൾ അറിഞ്ഞത് പണി കിട്ടിയെന്നുള്ളത്. സ്ഥലങ്ങളെ പറ്റി വലിയ ധാരണയില്ലാത്ത ഊബർ ഡ്രൈവറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൂപ്പര് നമ്മൾ 2-3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി. ഒരു ലെഫ്റ്റ് എന്തോ തിരിയാത്തതിൻ്റെ പേരിലാണ് നാം മൂപ്പര് പറഞ്ഞത്. ഏതായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി അവസാനം നമ്മൾ ഒരു 1.5 മണിക്കൂർ മുന്നൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ റീച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ കുറേ അൽഹംദുലില്ലാ പറഞ്ഞ്. അങ്ങനെ പിന്നെ നേരെ
നമ്മൾ ടെർമിനൽ 1-ലാണ് കേട്ടോ, കാരണം ഡൊമസ്റ്റിക് അല്ലേ, ഡൊമസ്റ്റിക് ഡിപ്പാച്ചറിനൊക്കെ അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ നമ്മളവിടെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശമൊക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ, ഷവർമ്മ കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇസുകുട്ടൻ അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ നേരെ ഫ്ലൈറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ താലി ബേബിക്കൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, റാഹത്ത് തന്നെയാണ്, അവൾ കിടന്നുറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു രാത്രി കാഴ്ച എന്ന് പറഞ്ഞാൽ ആകാശം കാണാനുണ്ടാവില്ല, പക്ഷേ ഫ്ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ ബസ് ഇറക്കിയ ഉടനെ തന്നെ അവിടെ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. എല്ലതും നമുക്ക് അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റിയിട്ടോ, അൽഹംദുലില്ലാ നല്ല സന്തോഷം. ഉമ്മാക്ക് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ, അടുത്തുനിന്ന് കണ്ട് എന്തുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞ് അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമല്ലോ. പിന്നെ ഉമ്മ ഇങ്ങനെ പറയാണ്, നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല, ഫ്ലൈറ്റിനൊക്കെ ഒരു വലുപ്പം നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഏതായാലും ഉമ്മാക്ക് ഈ ഒരു യാത്രയിൽ 2-3 പ്രാവശ്യം ഫ്ലൈറ്റുകൾ മാറി കയറാനായിട്ട് പറ്റി. അപ്പോൾ അൽഹംദുലില്ലാ ഇനിയും ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മളും ആദ്യമായിട്ടാണ് ഇത്രത്തോനെ ഫ്ലൈറ്റിൻ്റെ ഇടയിലൂടെ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. ഇതൊക്കെ നമ്മൾ കയറിയിരുന്നതിന് ശേഷം ഓരോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മളൊരു ഏകദേശം ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് എത്തുക. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലുള്ള എല്ലാ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നല്ലൊരു കാഴ്ച കണ്ടു. കാരണം ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു, ഇനി വലിയ ആളാണോ എന്നറിയില്ല, ഫ്ലൈറ്റിൽ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് അവർ പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തൊക്കെ അത് കാണാൻ ഭയങ്കര രസമാണ്, കാരണം ആരും ഇങ്ങനെ ചെയ്യാറില്ല, ഫുൾ ഫോണുകളാണല്ലോ ഉണ്ടാവുക. അങ്ങനെ പിന്നെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു മുംബൈയിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. നല്ല സൂപ്പറായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മളെ ഇസുക്കുട്ടനും സുനിക്കയാണ് ഒരു സ്ഥലത്ത് അപ്പുറത്തുണ്ടായിരുന്നത്, നേരെ ഇപ്പുറത്താണ് നമ്മുടെ സീറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നൂഡിൽസ്, കാഷ്യൂ നട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാംഗോ ഷേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇസുക്കുട്ടന് എന്തായാലും നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉമ്മാക്ക് നൂഡിൽസ് ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ കാഷ്യൂ നട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടിയപ്പോൾ ഉമ്മാക്ക് കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മളെ ഇസുക്കുട്ടൻ നല്ല അടിപൊളിയായിട്ട് നൂഡിൽസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. കുറച്ചൊക്കെ കഴിച്ചപ്പോൾ തന്നെ അവന് മതിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ സുനിക്കാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള കാഷ്യൂ നട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ കോലൊക്കെ എന്തോ മാതിരി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അവിടുന്ന് പോകുന്ന പിന്നെ യാത്ര തന്നെയാണല്ലോ. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് വീട്ടിലെത്തിയിട്ടൊന്ന് വേണം റെസ്റ്റ് എടുക്കാൻ. എന്നാലും വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ലാതെ അൽഹംദുലില്ലാ റാത്തായിട്ട് തന്നെ നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ നൂഡിൽസിൻ്റെ ഒരു ഇതാണ് ഇട്ടത്, നമ്മൾ റെഡി ടു കുക്ക് നൂഡിൽസ് ഉണ്ടല്ലോ, റെഡി ടു ഈറ്റ് അതാണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ യാത്ര ഏതായാലും നല്ല സുഖത്തിൽ തന്നെ റാഹത്തായിട്ട് നമ്മൾ പോയി വന്നു. നമ്മളെ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോഴേക്കും നമ്മുടെ ഇസുക്കുട്ടനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ, 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇസുക്കുട്ടനൊക്കെ വിളിച്ചുണർത്തി നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഇപ്രാവശ്യം ലഗേജ് എന്തായാലും മിസ്സാവരുതല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. പിന്നെ ഇവിടെ ഫനൂന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് തന്നെ എത്തണം എന്നുള്ളത്, അതുകൊണ്ട് തന്നെ അവന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ലാഗും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇതൊന്നുമില്ലല്ലോ, സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഡൊമസ്റ്റിക് ആയതുകൊണ്ട് നേരെ ബാഗ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് പുറത്ത് പോവാം. അങ്ങനെ ഫനു ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുനിക്കാക്ക് പിന്നെ നമ്മുടെ കാറ്, നമ്മുടെ ഫോർച്യൂണർ കണ്ടപ്പോഴേക്കും മൂപ്പര് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. അത് പിന്നെ പറയണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. എവിടെ പോയി വന്നാലും പിന്നെ മൂപ്പർക്ക് ആ ഒരു കാർ ഇങ്ങോട്ട് കിട്ടിയാലാണ് കേട്ടോ വലിയ സമാധാനം. അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേറെ വിശേഷങ്ങളൊക്കെ പിന്നത്തെ വ്ളോഗ്